ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കൃപാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് മടി പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. നാട്ടിൽ പോയപ്പോഴും അങ്ങനെ വലുതായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. വല്ലപ്പോഴും ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. അന്നേരം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു നാട്ടിലെ ഹോം ടൂർ ചെയ്യണമെന്ന്. തറവാട് വീടാണ്. അന്നേരം നാട്ടിൽ വെച്ച് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, ചെറുതായിട്ട് കുറച്ചൊക്കെ ഞാൻ ഒന്ന് വീട്ടിൽ ചുറ്റുമുള്ളത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസ്. വീടിപ്പം റെന്റിന് കൊടുത്തേക്കുകയാണ്, ആരും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. എന്നാലും ഞാൻ കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അന്നേരം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഞാനിപ്പം ആദ്യം കാണിക്കുന്നത് വീടിനും ചുറ്റും ഉള്ള കുറച്ച് ഇതാണ് കാണിക്കുന്നത്. ഇതിപ്പം ഒരു 300-400 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഇപ്പോഴും നമ്മളിത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇത് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ചുറ്റിനുള്ളതൊന്ന് കാണാം. നമ്മൾ ഇതുവഴിയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത്. ആദ്യം തന്നെ കയറുമ്പോൾ നടുമുറ്റാണിത്. നടുമുറ്റാണ് ഈ കാണുന്നത്. ഒരുപാട് ഫ്രണ്ട് ഡോർസ് ഉണ്ട്. നമുക്ക് ഇതിലേക്കൂടെ വേണമെങ്കിലും കയറാം. ഇതിപ്പോൾ സൈഡിൽ കൂടെ ആണ് കയറിയിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റോർ റൂം പോലെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. തടികൾ, തേങ്ങ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എപ്പോഴും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ കാണുന്നത് ഒരു ഇരുട്ട് റൂമാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. പിന്നെ ദാണ്ട് ഇത് നടുക്കുള്ളത് പ്ലേസാണ്. ഇത് നമ്മൾ ഡൈനിങ് ഹാളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഭാഗം. ഇവിടെ ഒരു കിച്ചണുണ്ട്. പിന്നെ ആ കാണുന്നതും പുറത്തേക്കുള്ള ഒരു ഡോറാണ്. ഇത് ബെഡ്റൂമാണ്. ഇതിനകത്തോട്ടൊക്കെ ഉള്ളത് ബെഡ്റൂമാണ്. അതൊന്നും ഞാൻ നല്ലതായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇത് ഇനി നേരെ കാണുന്നതാണ് ഹാളാണ്. ഇവിടെ നമ്മൾ TV ഒക്കെ വെച്ചിട്ടുണ്ട്, സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടാണ് നമുക്കൊരു അകത്തൊരു നിലവറയൊക്കെ ഉണ്ട്. ഈ ഹോളിൻ്റെ 2 ഡോറുണ്ട് പുറത്തേക്ക്. ആ ഒരെണ്ണം കാണാനും പിന്നെ ഇതും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. പിന്നെ ഇത് ആട്ടുകട്ടിൽ. ഇതാണ് നമ്മുടെ ഹോള്. ഇത് നമ്മൾ പിന്നെ ടൈൽസൊക്കെ ഇട്ടതാണ്. ഇതാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഒരു വാതിലിൽ കൂടെ പുറത്തിറങ്ങുമ്പോൾ ഇതാണ്. ഇത് നമ്മുടെ കിളിവാതിൽ. ഇവിടെ നമ്മൾ വന്നിട്ട് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാം. ഇതാണ് നമ്മുടെ നിലവറ. ഇതാണ്. ഇത് ഓപ്പണാക്കി കാണിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ഷോട്ടുകളാണ് ചെയ്തേക്കുന്നത്.
ഇത് നമ്മുടെ ആ ഹാളിൽ നിന്ന് നേരെ കയറുന്ന പിന്നെ നമ്മൾ കയറി വന്ന ആ ഭാഗത്തോട്ട് തന്നെ പോവാണ്. ഇവിടെ ഒരു പൂജാ റൂമുണ്ട്. ഇത് പൂജാ റൂമാണ്. പിന്നെ ഇതും പുറത്തോട്ടുള്ള വാതിലാണ്. നമ്മളെല്ലാം ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പൂജാ റൂമിൻ്റെ അകത്ത് കയറിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതാണ് പൂജാ റൂം. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഇരുട്ടാണ്, തടി വീടായതുകൊണ്ട് നല്ല ഇരുട്ടാണ്. ഇതിനകമൊക്കെ ലൈറ്റ് ഇട്ടാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇത് നമ്മൾ ഇറങ്ങുന്നത് ഇതാണ് പൂജാ റൂമിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഏരിയ ഇവിടാണ് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചിട്ട് ഈ തിണയ്ക്ക് നമ്മൾ വിളക്ക് വെച്ചിട്ടാണ് ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി പഴക്കമുള്ള നല്ല തടികളാണ്. അത് നമ്മളിപ്പം പോളിഷൊക്കെ ചെയ്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഞാനിത് കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊക്കെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ജസ്റ്റ് തടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അന്നേരം വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ നടി പോയ സമയത്ത് എടുത്ത കുറച്ച് ഇതാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. റൂമൊന്നും ഞാൻ വലുതായിട്ട് കുറച്ച് അകത്തോട്ടൊക്കെ റൂമുകളൊക്കെ ഉണ്ട്. അതുമല്ല പഴയ വീടല്ലേ, അപ്പോൾ കുറച്ച് ഈ തടിയൊക്കെ ആയതുകൊണ്ട് നല്ല ഇരുട്ടും കൂടെ, അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ. എന്നാലും നടുമുറ്റം ഉണ്ടായിട്ട് നന്നായിട്ട് വെളിച്ചം കയറും. മഴ സമയത്ത് നല്ല ഭംഗിയാണ്. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് അതിനകത്ത് താമസിക്കാനും. ഇത് 400 വർഷം പഴക്കമാണ്. എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ഒന്നും പറയാൻ അറിയത്തില്ല. അപ്പം ഒത്തിരി പഴക്കമുള്ള തടികളാണെല്ലാം. നമ്മൾ ഈ ഇടയ്ക്കും പോളിഷ് ചെയ്തായിരുന്നു, ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. കുറച്ചൊക്കെ താന്നായിരുന്നു, ഓടൊക്കെ കുറച്ച് താന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പൊക്കിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൊക്കി. അപ്പോൾ അങ്ങനത്തെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാളൊക്കെ നമ്മൾ കുറച്ച് പണി ചെയ്ത് ടൈൽസൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂ. അതുപോലെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലും എത്തിക്കാനൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ ഇനി ഒരു അടിപൊളി വീഡിയോ ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ.